മിഷൻ LDC റിവിഷൻ ക്ലാസ്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പേ നമ്മൾ മിഷൻ LDC നമ്മുടെ പ്ലേലിസ്റ്റിൽ 2 ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് റിവിഷൻ ക്ലാസ് ആയിട്ട്. ഒന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സാണ്. അതായത് നമുക്കറിയാം LDCയിൽ 3 മാർക്കാണ് ഫിസിക്സിന് വരുന്നത്, 3 മാർക്കാണ്. അപ്പോൾ 3 മാർക്കും നമ്മൾ സ്കോർ ചെയ്തേ നമുക്ക് പറ്റത്തുള്ളൂ ഉയർന്ന റാങ്കുകളിലെത്താൻ. അപ്പോൾ അതിന് അനുയോജ്യമാവുന്ന വിധത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ നമ്മളിത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവയിൽ കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ് ചെയ്തത്. കോൺകേവ് ലെൻസിൻ്റെ ആണേ. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐലൻസായി ഉപയോഗിക്കുന്നത് ശരിയാണ്. കോൺകേവ് ലെൻസാണ് ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐലൻസായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നതും നമ്മുടെ കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് അല്ല, കോൺവെക്സ് ആണ്. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, അതായത് സംവ്രജന ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് മൂന്നാമത്തെ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് അല്ല, കോൺവെക്സ് ലെൻസ് ആണ് വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നോക്കാം. ഇതിൻ്റെ ആൻസർ അപ്പോൾ ഏതാണ്? ഉൾപ്പെടാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം ആണ്. 3ഉം 4ഉം ഉപയോഗങ്ങളാണ് ഉൾപ്പെടാത്തത് കോൺകേവ് ലെൻസിൻ്റെ. അപ്പോൾ എന്താണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും? അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺവെക്സ് ലെൻസിൻ്റെ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതും, കണ്ടോ, മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസാണ് ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് മനസ്സിലായ, മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന രശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു, കണ്ടോ, കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന രശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. മനസ്സിലായേ? അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിബിംബം എന്ന് പറഞ്ഞത് യഥാർത്ഥതും തലകീഴായതുമായ പ്രതിബിംബമാണ് കോൺവെക്സിൻ്റെ വരുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ യഥാർത്ഥതും തലകീഴായതുമായ പ്രതിബിംബമാണ് കോൺവെക്സ് ലെൻസിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാനായിട്ടൊക്കെ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ഉപയോഗിക്കുന്നുണ്ട്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തുക്കളെ വലുതായി കാണാനും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തെരുവ് വിളക്കുകൾ, റിഫ്ലക്ടറുകൾ, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ടി വി, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളെല്ലാം കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ അക്ഷരങ്ങളെ, വസ്തുക്കളെയൊക്കെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോൺവെക്സിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് കോൺകേവിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് വരുന്നത്? മധ്യത്തിൽ കോൺകേവ് ലെൻസ് നോക്കുക. മധ്യത്തിൽ കനം കുറഞ്ഞതും, കണ്ടോ, ഇവിടെ മധ്യത്തിൽ കനം കൂടുതലായി. കോൺകേവ് വരുമ്പോൾ മധ്യത്തിൽ കനം കുറഞ്ഞതും, അത് വക്കുകൾക്ക് കനം കൂടിയതും, കണ്ടോ, വക്കുകൾ വരുമ്പോൾ കനം കൂടിയതും, മധ്യത്തിൽ കനം കുറവും വക്കുകൾ വരുമ്പോൾ കനം കൂടിയതും. മനസ്സിലായേ? മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾക്ക് കനം കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ്. മനസ്സിലായ? പഠിച്ചേ നമ്മളത്രയും. അതുപോലെ തന്നെ കടന്നു പോകുന്ന പ്രകാശരശ്മികളുണ്ടോ, കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അകറ്റുന്നു. ഇവിടെ ഒന്നിപ്പിക്കുകയാണ് കോൺവെക്സിൽ ചെയ്തത്, കോൺകേവിൽ അകറ്റുവാണ് ചെയ്യുന്നത്. കടന്നു പോകുന്ന രശ്മികളെ കോൺകേവിൽ അകറ്റുവാണ് ചെയ്യുന്നത്, പരസ്പരം അകറ്റിക്കൊണ്ടുപോവാണ് കോൺകേവ് ലെൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയും നിവർന്നതുമാണ്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമാണ് കോൺകേവ് ലെൻസിൻ്റെ. കോൺവെക്സിൻ്റെ ഏതായിരുന്നു? യഥാർത്ഥവും തലകീഴായതുമാണ് കോൺവെക്സിൻ്റെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ പലർക്കും തിരിഞ്ഞു പോകാറുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. കോൺവെക്സിൻ്റേത് യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമാണ്. കോൺകേവിൻ്റെ വരുമ്പോൾ എങ്ങനെയാണ്? മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമാണ് കോൺകേവിൻ്റെ വരുന്നത്. മറക്കല്ലേ.
മിഥ്യയും നിവർന്നതും, അതായത് വിർച്വൽ ആൻഡ് എറക്റ്റ് ആണ് വരുന്നത്. മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമാണ് കോൺകേവിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഹ്രസ്വദൃഷ്ടി അതായത് മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ കോൺകേവ് ലെൻസ് എന്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷേവിംഗ് എന്താണ് കോൺകേവ് ഉപയോഗിക്കുന്ന വേറെ ഏതാണ്? ഷേവിംഗ് മിറർ, സിനിമ പ്രൊജക്ടർ, അതുപോലെ തന്നെ ഏതാണ് ഡോക്ടർമാരുടെ ഹെഡ് മിറർ. അതുപോലെ തന്നെ വേറെ ഏതാ വരുന്നത്? ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാതിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയുമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മളത് റിലേറ്റഡ് ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കോൺവെക്സും കോൺകേവും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹോളോഗ്രാമിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? അപ്പം ഹോളോഗ്രാമിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ഹോളോഗ്രാം എന്താണ്? ഹോളോഗ്രാം എന്ന് പറയുന്നത് വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ, 3D കണ്ടോ, വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്. അതായത് വസ്തുക്കളുടെ ത്രിമാനം 3D ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയെ പറയുന്നതാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോഗ്രാം എന്ന് പറയുന്നത്, അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോളോഗ്രാമിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണെന്നാണ്. പ്രകാശ പ്രതിഭാസം ഏതായിരിക്കും വരുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് വ്യതികരണമാണ് വരുന്നത്. അതായത് വ്യതികരണം അഥവാ ഇൻ്റർഫെറൻസ് ആണ് ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത്. വ്യതികരണം അഥവാ ഇൻ്റർഫെറൻസ് ഇപ്പോഴേ പഠിച്ചങ്ങ് പോക്കോണേ. അപ്പോൾ എന്താണ് ഈ വ്യതികരണം അഥവാ ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്? എന്താണ് ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ അതിൻ്റെ പരിണിത തരംഗത്തിൻ്റെ ആയതി അഥവാ ആപ്റ്റിറ്റ്യൂഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് വ്യതികരണം അഥവാ ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ അതിൻ്റെ പരിണിത തരംഗത്തിൻ്റെ ആയതി അഥവാ ആപ്റ്റിറ്റ്യൂഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പ്രകാശ പ്രതിഭാസമാണ് ഇൻ്റർഫെറൻസ് അഥവാ വ്യതികരണം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? ഇൻ്റർഫെറൻസിൻ്റെ സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള വെള്ളത്തിലും എണ്ണപ്പാളിയിലുമുള്ള കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം. അതായത് സോപ്പ് കുമിളകളിലെയും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള എണ്ണപ്പാളികളെയും ഒക്കെ കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം. സോപ്പ് കുമിളകളിൽ ചെറിയ പ്രകാശത്തിൻ്റെ പ്രതിഭാസം കാണത്തില്ല, ഒരു ലൈറ്റ് പോലെ കാണത്തില്ലേ, അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. വ്യതികരണം അഥവാ ഇൻ്റർഫെറൻസിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ എണ്ണപ്പാളിയൊക്കെ വീണ് കിടന്ന അതിനകത്ത് ഒരു വർണ്ണങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസം കാണത്തില്ലേ, പ്രകാശ പ്രതിഭാസം കാണത്തില്ലേ, അതും നമ്മുടെ ഇൻ്റർഫെറൻസിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ഇൻ്റർഫെറൻസിന് ഉദാഹരണമുണ്ട്. അപ്പോൾ വ്യതികരണം അഥവാ ഇൻ്റർഫെറൻസ് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നമുക്കിനി ഇത് പഠിച്ചതുകൊണ്ട് നമുക്ക് ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വിഫങ്കനം എന്താണ്? വിഫങ്കനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്രാക്ഷൻ ആണ് വരുന്നത്. ഡിഫ്രാക്ഷൻ. വ്യതികരണം ഇൻ്റർഫെറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന് ആൻസർ വ്യതികരണം ഓപ്ഷൻ എ ആണ്. വ്യതികരണമാണ്, ഇൻ്റർഫെറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് കൂടെ വെച്ചങ്ങ് പഠിച്ചു പോകാം. വിഫങ്കനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വിഫങ്കനം എന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ഷൻ ആണ് വരുന്നത്. ഡിഫ്രാക്ഷൻ അഥവാ വിഫങ്കനം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ പഠിച്ചു വേണം. അതായത് വിഫങ്കനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളായ അധാരി വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ അതുപോലെ തന്നെ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഫങ്കനം എന്ന്. അപ്പോൾ എന്താണ്? സൂക്ഷ്മങ്ങളായ അധാരി വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വിഫങ്കനം അഥവാ ഡിഫ്രാക്ഷൻ. മനസ്സിലായേ? അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? സൂര്യന് ചുറ്റുമുള്ള വലയം, അതായത് സൂര്യന് ചുറ്റുമുള്ള വലയമില്ലേ, സൂര്യന് ചുറ്റുമുള്ള വലയമൊക്കെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാം. സൂര്യന് ചുറ്റുമുള്ള വലയം, അതുപോലെ തന്നെ CD-യിൽ കാണപ്പെടുന്ന, പെട്ടെന്ന് നമുക്ക് ഓർക്കാമല്ലോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറം, സൂര്യന് ചുറ്റുമുള്ള വലയമൊക്കെ ഡിഫ്രാക്ഷൻ അഥവാ വിഫങ്കനത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്തെന്താണ്? വിസരണം അഥവാ സ്കാറ്ററിങ്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ
അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം. വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം എന്ന് പറയുന്നത്. അപ്പോൾ വിസരണം സ്ഥിരമായിട്ട് PSC ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വിസരണത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? ആകാശത്തിൻ്റെ നീലിമയും നീല കളറല്ലേ, ആകാശത്തിൻ്റെ നീലിമയും അതുപോലെ തന്നെ ആഴക്കടലിൻ്റെ നീലിമയ്ക്കൊക്കെ കാരണമായിട്ട് വരുന്നത് ഈ വിസരണമാണ്. സ്കാറ്ററിങ് മൂലമാണ് ആകാശത്തിൻ്റെ നീലനിറവും അതുപോലെ തന്നെ കടലിൻ്റെ നീലനിറത്തിനുമൊക്കെ കാരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിസരണ നിരക്ക് വിസരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചുകൂടി പറയാം. വിസരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള നിറം എന്ന് പറയുന്നത് വയലറ്റ് നിറമാണ്. വയലറ്റ് നിറത്തിനാണ് വിസരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള നിറം. അപ്പം കൂടുതൽ പറയുമ്പോൾ അപ്പോൾ കുറവ് ഏതാണെന്ന് നമുക്ക് പഠിക്കേണ്ടത്. വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പോൾ വിസരണ നിരക്ക് ഏറ്റവും കൂടിയ നിറം വയലറ്റും അതുപോലെ തന്നെ വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പുമാണ്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമുക്കറിയാം കടലിൻ്റെ നീലനിറത്തിന് കാരണം വിസരണമെന്നറിയാം. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, CV രാമനാണ് കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത്. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? ലോർഡ് റെയ്ലിയാണ് വിശദീകരണം നൽകിയത്. അതുപോലെ തന്നെ വിസരണം നമ്മുടെ ചന്ദ്രനിലില്ല. അതായത് ചന്ദ്രനിൽ അന്തരീക്ഷത്തിന് പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. അതായത് കറുപ്പ് നിറമാണല്ലോ ചന്ദ്രനിൽ. അന്തരീക്ഷമില്ലാത്തതിനാൽ മനസ്സിലായല്ലോ, ചന്ദ്രനിൽ നമുക്ക് വിസരണമില്ല, കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. അപ്പോൾ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. തന്നെയല്ല ചന്ദ്രന് കറുപ്പ് നിറവുമാണ്. കറുപ്പ് നിറത്തിൽ വിസരണമില്ല. ക്ലിയർ ആയേ? വിസരണത്തെ പറ്റി നമ്മൾ പഠിച്ചേ. ഇനി നമ്മൾ അതിനെ അടുത്ത എന്തായാലും വിസരണോടെ പറഞ്ഞു. അപ്പം നമുക്ക് ടിൻഡൽ പ്രഭാവം എന്താണെന്നൂടെ പറയാം. ടിൻഡൽ പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊളോഡിയൽ ദ്രവത്തിലൂടെയോ മിശ്രിതത്തിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിലൂടെ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ഈ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും. എക്സാമ്പിൾ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. സിഗരറ്റ് പുക നീല നിറത്തിൽ കാണുന്നതൊക്കെ ഈ ടിൻഡൽ പ്രഭാവമാണ്. സിഗരറ്റ് പുക നീല നിറത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ മരങ്ങൾക്കിടയിലൂടെ മൂടൽ മഞ്ഞിലൂടെയൊക്കെ അരിച്ചിറങ്ങുന്ന പ്രകാശനാടകളില്ലേ, നാടകളെ പോലെ കാണുന്നതും ഈ ടിൻഡൽ പ്രഭാവമാണ്. ഈ മരങ്ങളിൽ നമ്മൾ ഈ കണ്ടിട്ടില്ലേ നമ്മൾ ഈ റബ്ബറും തോട്ടത്തിലൊക്കെ നേരമൊക്കെ വെളുത്തു വരുമ്പോൾ ഇങ്ങനെ പ്രകാശമൊക്കെ അടിച്ച് വേറൊരു രീതിയിലുള്ളൊരു ഒരു എഫക്റ്റ് അല്ലേ വരുന്നത്. അതായത് മരങ്ങൾക്കിടയിലൂടെ മൂടൽ മഞ്ഞിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശം നാടകൾ പോലെ കാണപ്പെടുന്നില്ലേ, ആ ഒരു ഇതും അതുപോലെ തന്നെ സിഗരറ്റ് പുക നീല നിറത്തിൽ കാണുന്നതും ഒക്കെ ടിൻഡൽ പ്രഭാവം മൂലമാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ച് വ്യതികരണം പഠിച്ചു, വിഭംഗനം പഠിച്ചു, വിസരണം പഠിച്ചു, ടിൻഡൽ പ്രഭാവം പഠിച്ചു ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ചുവടെ നൽകിയ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. അപ്പോൾ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഒന്ന് നോക്കാം. ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുത്ത സമയത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുത്ത സമയത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിക്കുന്നത് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം കുറയ്ക്കാനാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് തെറ്റായിട്ട് വരുന്നത്? നിങ്ങൾ തന്നെ നോക്ക്. അതായത് ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്നത് ബോളും കൈ സമ്പർക്കത്തിൽ വരുന്ന സമയം കുറയ്ക്കാനാണോ? ഒരിക്കലും അല്ല. നമ്മൾ ആ സമയം കൂട്ടാനാണ് പുറമോട്ട് വലിക്കുന്നത്. ബോൾ വരുമ്പോൾ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് വരുമ്പോൾ നമ്മൾ കൈ പുറമോട്ട് വലിക്കുന്നത് ആ ഒരു ക്യാച്ചിൻ്റെ സമയം നമ്മൾ എടുക്കുന്ന ക്യാച്ചിൻ്റെ സമയം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ പുറമോട്ട് എടുക്കുന്നത്. ക്ലിയർ ആയി? നമ്മൾ എന്തായാലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് നമ്മളൊരു ബലം അപ്ലൈ ചെയ്യുന്നില്ലേ, ആ ബലം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയാണ് താഴോട്ട് എടുക്കുന്നത്. അപ്പോൾ സമയം കൂടും, ക്യാച്ചിൻ്റെ സമയം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാലകങ്ങളിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് ഡാഷ് വഴിയാണ്. അയോണുകൾ, സ്വതന്ത്ര ഇലക്ട്രോണുകൾ, ഓപ്ഷൻ സി ന്യൂട്രോണുകൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇലക്ട്രോണുകളാണ്. അതായത് ചാലകങ്ങളിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് ഡാഷ് വഴിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി, സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയാണ്.
അടുത്ത നമുക്ക് നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് VS ചോദിക്കുന്നതാണ് ഇത്. അപ്പോൾ ഓപ്ഷൻ എ പ്ലവനത്വം, ഓപ്ഷൻ ബി ആർക്കിമിഡീസ് തത്വം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ടോറിസെല്ലി നിയമം. അപ്പോൾ ഈ നിയമം അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ്. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഈ പ്രസ്താവന ഏത് നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏത് നിയമമായിട്ടാണ്? പാസ്കൽ നിയമവുമായിട്ടല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്? പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിലാണ് നിശ്ചലാവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു പ്രയോഗിക്കുന്ന ഒരു മർദ്ദം അഥവാ പ്രഷർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്നാണ് പാസ്കൽ നിയമം. നമ്മൾ അറിയാമല്ലോ പാസ്കൽ നിയമം. ആ പാസ്കൽ നിയമത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പാസ്കൽ നിയമത്തിൻ്റെ അതായത് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഇല്ലേ, വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, അതുപോലെ തന്നെ എക്സ്കവേറ്റർ ഇല്ലേ, അതായത് മണ്ണുമാന്തി യന്ത്രം. ഈ വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ മതി. ബ്രേക്ക് സിസ്റ്റം അത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു കിട്ടുമല്ലോ. അടുത്തത് നമ്മൾ ആർക്കിമിഡീസ് തത്വം എന്തുവാ നോക്കാം. ആർക്കിമിഡീസ് തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൂടെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാം. ആർക്കിമിഡീസ് തത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് ആർക്കിമിഡീസ് തത്വം പറയുന്നത്. ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്ലവന തത്വം അഥവാ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന തത്വം എന്താണ് പറയുന്നത്? പ്ലവനതത്വം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്ലവനതത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ദ്രവ്യത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. പ്ലവനതത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? പ്ലവനതത്വമായിട്ട് വരുമ്പോൾ ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ ഒക്കെ പ്ലവനതത്വത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ ഇവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര എന്നാണ്. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ ഇവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ പറയാം നമുക്ക്. ഇതിന് ആൻസർ ഓപ്ഷൻ സി 4:1. അപ്പം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ ഇവ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനാകും? 4 മടങ്ങല്ല, 4:1 എന്നാണ്. 4:1. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ ഇവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര ആവും? 4, ഓപ്ഷൻ ഡി 4:1. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തറയിൽ നിന്ന് 50 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു 30 മീറ്റർ ഉയരത്തിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്. 5 പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് സ്ഥിതികോർജ്ജം മാത്രമേ ഉള്ളൂ, ഗതികോർജ്ജം മാത്രമേ ഉള്ളൂ, ഗതികോർജ്ജം ഉണ്ട്, അതുപോലെ തന്നെ സ്ഥിതികോർജ്ജം കുറയുന്നു, ഗതികോർജ്ജം കൂടുന്നു, സ്ഥിതികോർജ്ജം കൂടുന്നു, അതുപോലെ തന്നെ ഗതികോർജ്ജം കുറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു വസ്തു വെക്കുക, ഒരു തറയിൽ നിന്ന് 50 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ട്, ഇപ്പോൾ ഇതാണ് തറ എന്ന് വെച്ചോ, താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, ഇവിടെ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു 30 മീറ്റർ ഉയരത്തിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? 30 മീറ്റർ ഉയരത്തിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥിതികോർജ്ജവും ഉണ്ട്, ഗതികോർജ്ജവും ഉണ്ട്. മനസ്സിലായി? സ്ഥിതികോർജ്ജവും ഉണ്ട്, ഗതികോർജ്ജവും ഉണ്ട്. അപ്പം ഓപ്ഷൻ 3 വരുവേ. സ്ഥിതികോർജ്ജം ഇവിടെ വരും, ഗതികോർജ്ജം ഇവിടെ വരും. അപ്പം ഓപ്ഷൻ 3 വരും. അതുപോലെ തന്നെ സ്ഥിതികോർജ്ജം കുറയുന്നു, ഗതികോർജ്ജം കൂടുന്നു. കാരണം സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ഊർജ്ജമാണ് വരുന്നത്. ഗതികോർജ്ജം എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് വരുമ്പോഴാണ്. അപ്പോൾ സ്ഥിതികോർജ്ജം കുറയുന്നു, ഗതികോർജ്ജം കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? വളരെ എളുപ്പമല്ലേ? ഓപ്ഷൻ സി 3ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് പ്രീവിയസ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോകാം. പ്രീവിയസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിൻ്റെ കൂടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും അങ്ങ് പഠിച്ചങ്ങ് പോവാം. അപ്പം ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വളരെ എളുപ്പം. ജൂളാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ്. എനർജിയുടെ യൂണിറ്റ് ജൂളാണ് വരുന്നത്. അപ്പോൾ ജൂള് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് വാട്ട് എന്താണെന്ന് നോക്കാം. അതായത് വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് പവറിൻ്റെ യൂണിറ്റാണ്, മറക്കല്ലേ. വാട്ട് പവറിൻ്റെ യൂണിറ്റാണ്. ബാക്കി രണ്ടും അറിയാലോ. വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ബൈ ടൈം അല്ലേ?
പ്രവൃത്തി ബൈ ടൈമാണ് പവർ എന്ന് പറയുന്നത്, പ്രവൃത്തി ബൈ സമയം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെച്ചോ, വാട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചോ. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുക എന്നുള്ളത് 1 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എത്ര? 1 കിലോ വാട്ട് പ്രീവിയസ് ചോദിച്ചതാണ്. 1 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. മറക്കല്ലേ, പരീക്ഷയ്ക്ക് ഇത് പ്രീവിയസ് ചോദിച്ചത്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അതുപോലെ തന്നെ ഹോഴ്സ് പവർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഹോഴ്സ് പവർ HP നിടാം. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഓർത്തിട്ട് പോകണം പരീക്ഷയ്ക്ക്. അപ്പോൾ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. അതുപോലെ തന്നെ ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട്. ഇവിടെ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂള് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു സദിശ അളവിന് ഉദാഹരണം. അടുത്തത് ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ദൂരം, ഓപ്ഷൻ ബി സമയം, ഓപ്ഷൻ സി ത്വരണം, ഓപ്ഷൻ ഡി ഊഷ്മാവ്. അപ്പം എന്താണ് അപ്പോൾ സദിശ അളവ്, അതിശ അളവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആദ്യം ജസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരാൾക്ക് ഇതിന് ഉത്തരം അറിയാൻ പറ്റത്തുള്ളൂ. അതായത് സദിശ അളവ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. സദിശ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിശയോട് കൂടിയുള്ള അളവാണ് സദിശ അളവ് എന്ന് പറഞ്ഞാൽ. അതിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ കൂട്ടി പറയുന്നതാണ്. അതായത് അതിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ കൂട്ടി പറയാത്തതാണ് അതിശ അളവ് എന്ന് പറയുന്നത്. ദിശ കൂട്ടി പറയാത്തതാണ് അതിശ അളവ്. സദിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ കൂട്ടി പറയുന്നതാണ് സദിശ അളവ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഇവിടെ വരുമ്പോൾ ഏത് വരും? ഇവിടെ വരുമ്പോൾ ത്വരണമല്ലേ വരുന്നത് ആൻസർ ആയിട്ട്. ഇവിടെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ത്വരണമാണ് വരുന്നത്. അപ്പോൾ സദിശ അളവ് എന്ന് പറയുമ്പോൾ ദിശയോട് കൂടി പറയുന്നതാണ് സദിശ അളവ് എന്ന് പറയുന്നത്. സദിശ അളവിൽ അപ്പം നമുക്ക് ത്വരണം വരാം. ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് ആക്സലറേഷൻ അഥവാ ത്വരണത്തിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പം പ്രവേഗത്തിൻ്റെ മാറ്റം ബൈ സമയമാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു അളവോട് കൂടിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ത്വരണം സദിശ അളവാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാന്തരം ഇല്ലയോ? അപ്പം ഞാനിപ്പം കിഴക്കോട്ട് 10 കിലോമീറ്റർ കിഴക്കോട്ട് പോയി എന്ന് പറയുന്നത് ഇവിടുന്ന് അവിടെ വരെ കിഴക്കോട്ട് പോയി എന്ന് പറയും. കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഒരു സദിശ അല്ലേ, അതായത് ഒരു ദിശ വെച്ചല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അത് സദിശ അളവായിട്ട് വരും. അപ്പോൾ ഓർത്ത് വെച്ചോണേ, സ്ഥാനാന്തരം വരും, ആക്സലറേഷൻ ത്വരണം വരും, അതുപോലെ തന്നെ ദിശ വരും, അതുപോലെ തന്നെ പ്രവേഗം വരും. പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. പ്രവേഗം എന്താണ്? യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം അല്ലേ പ്രവേഗം. അതുകൊണ്ട് പ്രവേഗവും സദിശ അളവായിട്ട് കൂട്ടും. അപ്പം അതിശ അളവായിട്ട് പറയുന്നത് എന്താണ്? അതിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ കൂട്ടി പറയാത്തതാണ് അതിശ അളവെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വേഗത, ഇപ്പോൾ അതുണ്ട് ഓക്കെ, വേഗത, ദൂരം, അതുപോലെ തന്നെ ദൂരം ഒക്കെ പറയുന്നത്, ദൂരം, ഊഷ്മാവൊക്കെ പറയുന്നതാണ് അതിശ അളവായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ത്വരണമാണ് വരുന്നത്. അടുത്തത് കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ. അപ്പോൾ കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നോക്കാം. ഓപ്ഷൻ എ ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി വികിരണം, ഓപ്ഷൻ ഡി പ്രകീർണനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി സംവഹനമാണ് ആൻസറായിട്ട് വരുന്നത്. അതായത് കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ പ്രക്രിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സംവഹനം എന്താണ് എന്ന് നമ്മൾ ആദ്യമേ പഠിക്കണം. സംവഹനം എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്നതിനെ പറയുന്നതാണ് സംവഹനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. സംവഹനം എന്ന് പറയുമ്പോൾ ദ്രാവകം, വാതകവും ഒക്കെ ചൂടാക്കുമ്പോഴൊക്കെ ഈ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ്രാവകത്തിൻ്റെ, വാതകത്തിൻ്റെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം വരുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി സംവഹനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിന് ആൻസർ അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകുന്നത് കാരണമാകുന്ന താപപ്രക്രിയ ഏതാണെന്ന് ഇനി ചോദിച്ചാൽ പറയണം സംവഹനമാണ്. മറക്കല്ലേ, സംവഹനമാണ്. അപ്പോൾ നമുക്ക് സംവഹനം പറഞ്ഞ സ്ഥിതിക്ക് ചാലനം എന്ന് പറയാം. ചാലനം എന്താണ്? ചാലനം എന്ന് പറഞ്ഞാൽ ഈ ഖരാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് ഒരു ഇരുമ്പ് തണ്ട് ചൂടാക്കുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഒരു ഇരുമ്പ് തണ്ട് നിങ്ങൾ ചൂടാക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ ഇവിടോട്ടൂടെ ചൂട് വരത്തില്ലേ? അതായത് തന്മാത്ര മാറാതെ ചൂട് വരുന്നതിനാണ് ഇവിടെ ചാലനം എന്ന് പറയുന്നത്. ഖരമാധ്യമത്തിലാണ് ചാലനം നടക്കുന്നത്. ഖരമാധ്യമത്തിലാണ്. അപ്പോൾ ദ്രാവക വാതകത്തിൽ നടക്കുന്ന സംവഹനവും ഖരത്തിൽ നടക്കുന്നത് ചാലനവുമാണ് നടക്കുന്നത്.
ക്ലിയർ ആയ? ഖരത്തിൽ നടക്കുന്നത് ചാലനമാണ്. അപ്പം വികിരണം എന്താണ്? വികിരണോട് ജസ്റ്റ് പറയാം. വികിരണം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് വരുന്നതാണ് വികിരണത്തിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഭൂമിയിൽ നിന്ന് താപം, അതായത് ചൂട് ഭൂമിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നതൊക്കെ വികിരണമാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? താപപ്രക്രിയ മൂലമാണ്, വികിരണം മൂലമാണ്. അതുപോലെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബിൽ നിന്ന് താപം വരുന്നത്. അപ്പം നമുക്കറിയാം, ബൾബിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൾബിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ചൂടുണ്ട്. ആ ചൂടിന് കാരണം എന്താണ്? നാളെ മുതൽ പറയണം. വികിരണമാണ് ആ ചൂടിന് കാരണം. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് സൂര്യൻ്റെ ചൂട് വരുന്നതും വികിരണത്തിൻ്റെ കാരണമാണ്. അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതും വികിരണം മൂലമാണ്. ക്ലിയർ ആയേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫും ആ ദർപ്പണത്തിൽ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്, വക്രത ആരവും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ എ F=, അതായത് R/2 ആണ്. R എന്താണ്? വക്രത ആരമാണ്. ഫോക്കസ് ദൂരമാണ് എഫ്. അപ്പോൾ ഫോക്കസ് ദൂരം എഫ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? വക്രത ആരം ബൈ 2 ആണ്. അതായത് വക്രത R/2, F=R/2. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കാം, ആരം തന്നിട്ട് വക്രത ആരം തന്നിട്ട് ഇതിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യണം. F=R/2. ആ ഇക്വേഷൻ ഇട്ടുള്ള കണക്കൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം കണ്ടുപിടിക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം കണ്ടുപിടിക്കുമ്പോൾ അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചെയ്യുക. അതൊക്കെ പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കല്ലേ. F= ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ, ഒരു ഗോളീയ ദർപ്പത്തിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? F=R/2. മറക്കല്ലേ. അടുത്തത് മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. അപ്പം മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അപ്പം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവാണ്, ശരിയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും, അത് ശരിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്, ശരിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, തെറ്റായിട്ടല്ലേ? ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ ന്യൂട്ടൺ വരുന്നത്? മാസിൻ്റെ യൂണിറ്റ് എങ്ങനെ ന്യൂട്ടൺ വരുന്നത്? ന്യൂട്ടൺ ബലത്തിൻ്റെ യൂണിറ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? 1, 2, 3 അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയേ? അടുത്തത്, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? കോൺവെക്സ് ലെൻസ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ വരുന്നത്. കോൺവെക്സ് ലെൻസ് അഥവാ റിയർ വ്യൂ ലെൻസ് ആണ് വരുന്നത്. റിയർ വ്യൂ മിറർ എന്നും പറയും. അതായത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം ആണ്, റിയർ വ്യൂ മിറർ എന്ന് പറയും. അതുപോലെ തന്നെ സമതല ദർപ്പണം എന്താണ്? സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെയാണ് സമതല ദർപ്പണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കോൺകേവ് എന്തിലാണ് യൂസ് ചെയ്യുന്നത്? അതുകൂടെ ജസ്റ്റ് പറയാം. കോൺകേവ് യൂസ് ചെയ്യുന്നത് എന്തിലാണ്? കോൺകേവ് യൂസ് ചെയ്യുന്നത് കാറിൻ്റെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ആശുപത്രിയിലൊക്കെ പല്ലിൻ്റെ ഡോക്ടർ, ENT ഡോക്ടർമാരൊക്കെ ഇല്ലേ, അവരൊക്കെ വെക്കുന്ന ഹെഡ് മിററായിട്ടും ഒക്കെ കോൺകേവ് യൂസ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ പറയാം, കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കോൺവെക്സ് ലെൻസ് വേറെ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? തിരിവിളക്കുകളുണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്ടറുകളുണ്ട്, അതുപോലെ തന്നെ റിയർ വ്യൂ മിററുണ്ട് കോൺവെക്സിന്. അതുപോലെ തന്നെ സമതല ദർപ്പണം എന്തിനൊക്കെ യൂസ് ചെയ്യാം? മുഖം നോക്കാൻ. അതുപോലെ തന്നെ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും ഈ സമതല ദർപ്പണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും മുഖം നോക്കുന്നതിനുമൊക്കെ സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അടുത്തത് കോൺകേവ് മിററിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കർ, ഷേവിംഗ് മിറർ, അതുപോലെ തന്നെ സിനിമ പ്രൊജക്ടർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. നമ്മൾ കുറച്ച് മുമ്പ് വികിരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വികിരണം വഴിയുള്ള താപപ്രക്ഷേപണമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള നമുക്ക് എത്രയാണ്?
ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് വികിരണം വഴിയുള്ള താപപ്രശ്നം 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഓരോന്ന് നോക്കിപ്പോവാം, ഓരോന്നും നോക്കിപ്പോവാം. വികിരണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്മാത്രകൾ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം താപപ്രക്ഷേപണം ചെയ്യുന്നു, അതുപോലെ തന്നെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രക്ഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ചെയ്യപ്പെടുന്നു, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രക്ഷേപണം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായി തിരഞ്ഞെടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായത് ഏതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രക്ഷേപണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ്. 27 1/3 ദിവസമാണ്. 27 ദിവസമാണ് വരുന്നത്. 1/3 ഡേയ്സ് ആണ് വരുന്നത്. അതായത് ഭൂമിയെ വന്ന് ഒരു പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം. അടുത്ത നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നത് ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതെന്നാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത്. അപ്പം ദോലനവുമായിട്ട് ബന്ധപ്പെട്ട ചലനം എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ വരുന്നത്? ഊഞ്ഞാലിൻ്റെ ചലനമല്ലേ ഇവിടെ ആൻസറായിട്ട് വരുന്നത്? ഊഞ്ഞാലിൻ്റെ ദോലനവുമായിട്ട് ബന്ധപ്പെട്ട ചലനം എന്ന് പറയുമ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനമാണ് വരുന്നത്. അതായത് ഊഞ്ഞാൽ ആടുന്നത് അറിയത്തില്ലേ, ഒരു അക്ഷത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങനല്ലേ ആടുന്നത്. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലന ചലനം എന്ന് പറയുന്നത്. അതിനകത്ത് വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പെൻഡുലത്തിൻ്റെയൊക്കെ ചലനം ഒക്കെ ദോലനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ ദോലനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ചലനങ്ങൾ ഏതൊക്കെയാണ്? ഊഞ്ഞാലിൻ്റെ ചലനം, അതുപോലെ പെൻഡുലത്തിൻ്റെയൊക്കെ ചലനമായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏതൊക്കെ? കോൺകേവ് ലെൻസിൻ്റെ ആയിട്ട് പരിഗണിക്കാവുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. വസ്തുവിന് കോൺകേവ് ആണ്, അത് ഓർത്ത് വെച്ചോണേ. കോൺകേവ് ലെൻസ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളാണ്. 3 സവിശേഷതകൾ തന്നിട്ടുണ്ട്. വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അതുപോലെ തന്നെ വസ്തുവിന് ചെറിയ പ്രതിബിംബം രൂപീകരിക്കും, തെറ്റായിട്ടുള്ളതാണ്. വലിയ പ്രതിബിംബമാണ് വരുന്നത്. വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോൺകേവ് ലെൻസിൻ്റെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവയൊന്നുമല്ല എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് നമുക്ക് നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? സംവഹനം. മറക്കല്ലേ സംവഹനം. അതുപോലെ തന്നെ കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? കടൽക്കാറ്റിനും കരക്കാറ്റിനും ആയിട്ടുള്ള വരുന്ന ഏതാണ്? സംവഹനമല്ലേ? അതിൻ്റെ ആൻസർ ഏതാണ്? സംവഹനമാണ് വരുന്നത്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം വരുന്നതും സംവഹനമാണ്. മറക്കല്ലേ, സംവഹനമാണ്. സംവഹനം എന്താണെന്ന് നമുക്കറിയാലോ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. മറക്കല്ലേ. അടുത്തത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി കത്രികയല്ലേ? ഓപ്ഷൻ ഡി കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒന്നാം വർഗം, രണ്ടാം വർഗം, മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ? അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് എന്താണ്? അതായത് ദാരം നടുക്ക് വരുന്നതും അതുപോലെ തന്നെ എഫേർട്ടും റെസിസ്റ്റൻസും അപ്പുറം ഇപ്പുറം വരുന്നതാണ് നമ്മുടെ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. അതായത് ദാരം നടുക്കും അതുപോലെ തന്നെ രോധവും യത്നവും ഇപ്പുറം വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത് കത്രിക വരും, അതുപോലെ തന്നെ സീസോ പ്ലെയർ വരും, അതുപോലെ തന്നെ നെയിൽ കട്ടർ വരും, കപ്പി വരും. നമ്മൾ വെള്ളം കോരുന്ന കപ്പിയൊക്കെ ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെയാണ് വരുന്നത്. അപ്പോൾ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വരുന്നത്? റെസിസ്റ്റൻസ്. അതായത് രോധം നടുക്കും വരും, അതുപോലെ തന്നെ ദാരവും അതുപോലെ തന്നെ എഫോർട്ട് യജ്ഞവും അപ്പുറം ഇപ്പുറം വരുന്നതിനെയാണ് നമ്മൾ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. അതായത് പാക്കുവെട്ടി, നാരങ്ങ ഞെക്കിയൊക്കെ രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ എന്താണ്? എഫേർട്ട്. അതായത് എഫേർട്ട് യത്നം നടുക്കും അതുപോലെ തന്നെ ഇപ്പുറം എന്താണ്? ദാരവും വരും, അതുപോലെ തന്നെ
റെസിസ്റ്റൻസും വരും, അതായത് രോധവും വരും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഏതൊക്കെയാണ്? ചവണ, ചൂണ്ട, ഐസ് ടോങ് ഒക്കെയാണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചൊന്ന് ഇത് നോക്കാം. പാക്കുവെട്ടി ഏതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്? രണ്ടാം വർഗ്ഗ ഉത്തോലകമാണ് പാക്കുവെട്ടി വരുന്നത്, രണ്ടാം വർഗ്ഗ ഉത്തോലകമാണ്. അപ്പം നാരങ്ങാഞ്ഞക്കിയും രണ്ടാം വർഗ്ഗ ഉത്തോലകമാണ്. അതുപോലെ തന്നെ ചവണ വരുന്നത് മൂന്നാം വർഗ്ഗ ഉത്തോലകമാണ്. ചവണ മൂന്നാം വർഗ്ഗ ഉത്തോലകമാണ്. അപ്പോൾ നമുക്ക് കത്രിക അറിയാമല്ലോ, ഒന്നാം വർഗ്ഗ ഉത്തോലകമാണ് കത്രിക വരുന്നത്. ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. കമ്പനം മാർക്കല്ലേ, കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോണാർ ഉപയോഗിക്കുന്ന ഏതാണ്? അൾട്രാസോണിക് അല്ലേ? അൾട്രാസോണിക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോണാറിൽ ഉപയോഗിക്കുന്നത് ശബ്ദതരംഗം ഏതാണ്? അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അൾട്രാസോണിക് എന്നൊക്കെ പറഞ്ഞാൽ? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് നമുക്കൊന്ന് പഠിക്കണ്ടായോ? അപ്പോൾ അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളെയാണ് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുമ്പോൾ 20,000 ഹെഡ്സിന് മുകളിലാണ്. 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളാണ് ഈ അൾട്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളെയാണ് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ഇതുകൊണ്ട് അൾട്രാസോണിക് സൗണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? എക്കോ കാർഡിയോഗ്രഫി ഉപകരണമായിട്ട് വരും. എക്കോ കാർഡിയോഗ്രഫി, അതുപോലെ തന്നെ സോണാറിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ വയറിനകത്തൊക്കെ ഉള്ള ഇതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ അൾട്രാസോണോഗ്രഫി ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൃക്കയിലേക്ക് കല്ലുകളൊക്കെ പൊടിക്കാനും ഈ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വൃക്കയിലെ കല്ല് പൊടിക്കാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ആണ്. വൃക്കയിലെ കല്ല് പൊടിക്കാനും ഒക്കെ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വവ്വാലില്ലേ, നമ്മുടെ വവ്വാല് ഇര പിടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ അൾട്രാസോണിക് സൗണ്ടാണ്. വവ്വാല് ഇര പിടിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ടാണ്. അതുപോലെ തന്നെ ഗാൾട്ടൺ വിസിലൊക്കെ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് ശബ്ദതരംഗം വെച്ചാണ്, ഗാൾട്ടൺ വിസിൽ. അപ്പോൾ ഇത്രയാണ് അൾട്രാസോണിക് വരുന്നത്. അപ്പോൾ അൾട്രാസോണിക് പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫാസോണിക് എന്താണെന്നുണ്ടെന്ന് അറിയണ്ടേ? ഇൻഫാസോണിക് എന്താണ്? ഇൻഫാസോണിക് ശബ്ദതരംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശ്രവണപരിധിയിൽ താഴെയുള്ള ശബ്ദതരംഗങ്ങളെയാണ്, അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നതിൽ താഴെയുള്ള ശബ്ദതരംഗങ്ങളാണ് ഇൻഫാസോണിക് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇൻഫാസോണിക് എന്ന് പറയുന്നത് അതായത് 20 ഹെഡ്സിന് താഴെ, അതായത് എന്താണ് 20 ഹെഡ്സിന് താഴെയാണ് വരുന്നത്. 20 ഹെഡ്സിന് താഴെയാണ് വരുന്നത് ഇൻഫാസോണിക് ശബ്ദതരംഗങ്ങൾ. മനുഷ്യൻ്റെ ശ്രവണപരിധിയിൽ നിന്ന് താഴ്ന്ന ശബ്ദതരംഗമാണ് വരുന്നത്. അതുപോലെ തന്നെ സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് സൂപ്പർസോണിക് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബ്സോണിക് എന്താണ്? സബ്സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിലുള്ള തരംഗങ്ങളാണ് സബ്സോണിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർസോണിക് എന്ന് പറയുമ്പോൾ എന്താണ്? ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത സഞ്ചരിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് നമുക്കറിയാം. ഊഷ്മാവിൻ്റെ യൂണിറ്റ് സെൽഷ്യസ് ഊഷ്മാവിൻ്റെ യൂണിറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കി അറിയാം. കെൽവിൻ ഊഷ്മാവിൻ്റെ യൂണിറ്റ്, അതുപോലെ തന്നെ ഫാരൻഹീറ്റ് ഊഷ്മാവിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ചെയ്ത യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാസ്കൽ അല്ലേ? പാസ്കലാണ് ഇവിടെ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് താഴെ പറയുന്നവയിൽ. അപ്പോൾ പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. അതായത് പ്രഷറിൻ്റെ യൂണിറ്റാണ്, മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ വരുന്നത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ പറയുന്ന പേരെന്താണ്? പ്രവേഗം, വെലോസിറ്റി. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ പറയുന്നതാണ് ഓപ്ഷൻ ഡി, പ്രവേഗം. മറക്കല്ലേ, പ്രവേഗം ബേസ് ആണ്. അടുത്തത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? അപ്പോൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്, വികിരണത്തിനാണ് ഉദാഹരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണത്തിനുള്ള ഉദാഹരണമാണ്, വികിരണം. മറക്കല്ലേ. അതുപോലെ തന്നെ വികിരണത്തിൻ്റെ വേറെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വേറെ എന്തൊക്കെ ഉദാഹരണങ്ങളാണ് വരുന്നത്? അതുകൂടെ നമ്മൾ പഠിച്ചതാണ്. അതായത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബിൽ നിന്ന് താപം വരുന്നത് വികിരണത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് വരുന്നതും വികിരണത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിലുള്ള ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ വികിരണമെന്ന് പറയണം. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട് LD-ക്കൊക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? അപ്പോൾ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? അപ്പോൾ സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതങ്ങ് പഠിച്ചു, അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിറർ, അതായത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. മുഖം നോക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം. അതിൻ്റെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അല്ലാത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, അത് ശരിയായിട്ടുള്ളതാണ്, സവിശേഷതയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, അത് തെറ്റായിട്ടുള്ളതാണ്. പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, അല്ല. അതുപോലെ തന്നെ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. മുഖം നോക്കുന്ന കണ്ണാടി നോക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രതിബിംബം എങ്ങനെ വരും എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പ്ലെയിൻ മിററിൽ. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ ചെയ്യാം. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഇവിടെ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തതെന്ന് നോക്കുമ്പോൾ 2, 3 അല്ലേ ഇവിടെ വരുന്നത്? 2, 3 അല്ലേ വരുന്നത്? 2, 3 അല്ലേ ഇവിടെ അല്ലാത്തതായിട്ട് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത്? ഓപ്ഷൻ സി അല്ലേ ഇവിടെ ആൻസർ ആയിട്ട്? 2, 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി? അപ്പോൾ സമതല ദർപ്പണത്തിൻ്റെ സവിശേഷത 1, 4 ആണ് വരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? അപ്പോൾ ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര ആണെന്നാണ്. അത് നമുക്കറിയാം, ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 27 1/3 ദിവസമാണ്. 27 1/3 ദിവസമാണ് വരുന്നത് ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം. മറക്കല്ലേ. 79. അടുത്ത ക്വസ്റ്റ്യൻ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? അപ്പം പെൻസിലിൽ കോമ്പസ് ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതുതരം ചലനമാണ്? വർത്തുള ചലനമാണ്. മറക്കല്ലേ, വർത്തുള ചലനമാണ് വരുന്നത്, വർത്തുള ചലനം. അടുത്തത്, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി നീരാവിയാണ്. നമുക്കെല്ലാം ബേസ് ആണ്. ഓപ്ഷൻ നീരാവി അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ പറയണം നീരാവിയാണ്. ക്ലിയർ ആയോ? അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന രാസമാറ്റം. അപ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന രാസമാറ്റം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? വൈദ്യുതോർജ്ജം ഏതായിരിക്കും? നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് വേറുവാണ്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിയിലോട്ടല്ലേ പോകുന്നത്, ചാർജ് കയറി പോകുന്നത്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്ന ഊർജ്ജമായിട്ടാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയ? അടുത്തത്, സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം. അപ്പോൾ സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി സൾഫർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി സൾഫർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനെസ്റ്റിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഓപ്ഷൻ സി സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? 2023 ഭൗതികശാസ്ത്രം ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിച്ചത് ഏത് മേഖലയുടെ പഠനമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ചെയ്തത് നമ്മൾ കറണ്ട് അഫയർ നമ്മൾ പഠിച്ചാണ്. നമ്മൾ നോബൽ പ്രൈസസിൻ്റെ ക്ലാസ് ചെയ്തതാണ്. മാക്സിമം ആൾക്കാരൊന്ന് കാണാൻ ശ്രമിക്കുക. വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ഓപ്ഷൻ എ ഇലക്ട്രോഡൈനാമിക്സ് ആണ് വരുന്നത്. 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ ബന്ധപ്പെട്ട പഠനത്തിനാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്? അതുകൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചോ. പിയറി അഗോസ്റ്റിനിയും അതുപോലെ തന്നെ ഫെറൻസ് സ്ട്രൗസ് അതുപോലെ തന്നെ ആൻലി ഹുയർക്കുമാണ് ലഭിച്ചത്. ഇവർക്ക് 3 പേർക്കുമാണ് ഇലക്ട്രോൺ ഡൈനാമിക്സിലെ പഠനത്തിനാണ് ലഭിച്ചത്. അതോടെ ഓർത്ത് വെച്ചോണേ. അടുത്തത്, നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ഒന്നുകൂടെ പറയാം. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ വരുന്നത്?
മർദ്ദം കൂടുകയല്ലേ, മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്, മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക എന്നതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമായിട്ട് ഇവിടെ വരുന്നത്. അടുത്ത് നോക്കാം നമുക്ക്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എത്രയായിട്ട് വരും? അതായത് ദർപ്പണത്തിൽ പതിക്കുന്ന ഒരു മിനിറ്റ് ഓക്കെ, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ആയിട്ട് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ഏതാണ്? നമുക്കറിയാം, പതനകോണ് പ്രതിപതന കോണും ഒരുപോലെ ആയിരിക്കും വരുന്നത്. പതനകോണ് ഈക്വൽ ടു പ്രതിപതന കോണാണ്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി 60 ഡിഗ്രിയാണ് വരുന്നത്. ഓപ്ഷൻ ബി 60 ഡിഗ്രിയാണ് വരുന്നത്. അടുത്തത് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? വളരെ എളുപ്പം, പ്രതലബലമല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം. അപ്പോൾ പ്രതലബലം എന്താണ്, അഥവാ സർഫസ് ടെൻഷൻ എന്താണ്? ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് ഈ പ്രതലബലം എന്ന് പറയുന്നത്. പ്രതലബലത്തിന് ബാക്കി ഉദാഹരണങ്ങളുണ്ട്, അതൊക്കെ PC സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഷഡ്പഥങ്ങൾ ജലത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് പ്രതലബലം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയും. അതുപോലെ തന്നെ സോപ്പ് ലായനിക്ക് പ്രതലബലം കുറയ്ക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? അടുത്തത് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. പഠിച്ചു വെച്ചോണ്ട് സ്ഥിരമായിട്ട് VSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ വായുവിലെ ശബ്ദത്തിൻ്റെ പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്. വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എന്ന് പറഞ്ഞാൽ 340 മീറ്റർ/സെക്കൻഡ് ആണ്. വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എന്ന് പറഞ്ഞാൽ 340 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ശബ്ദവേഗത കുറവുള്ളത് വാതകത്തിലാണ്. പിന്നെ ശബ്ദവേഗത ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീലും അലൂമിനിയത്തിലുമാണ്. നമ്മൾ സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്ന അലൂമിനിയം എന്നാണ്. അപ്പോൾ അലൂമിനിയം പഠിച്ചാൽ മതി. സ്റ്റീൽ ഓർ അലൂമിനിയം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതെന്ന് വെച്ചാൽ അലൂമിനിയം എന്ന് പറഞ്ഞു. അലൂമിനിയത്തിലാണ് ശബ്ദവേഗത ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ശബ്ദവേഗത ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത്, അവിടെ ശൂന്യാകാശത്ത് വായു ഇല്ലാത്തതിനാലാണ് ശബ്ദം അവിടെ കേൾക്കാത്തത്. ക്ലിയർ ആയോ? അടുത്തത് 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. നമ്മൾ പഠിച്ചാണ് വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അതുപോലെ തന്നെ അടുത്തത് എന്താ നോക്കാം. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം 1, 2 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇപ്പോൾ വരുമ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു നോക്കാവുന്നതാണ്. ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര എന്നാണ്. അപ്പം ഇവിടെ v-u/t ആണ് ഇവിടെ വരുന്നത്. v-u/t ആണ്. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര ആണെന്ന്. അപ്പോൾ ഇവിടെ ടൈം നമുക്ക് ഓൾറെഡി അറിയാം 5 സെക്കൻഡ് ആണെന്ന് അറിയാം. അപ്പോൾ 30 ഇവിടെ എഴുതി. അപ്പോൾ നിശ്ചലാവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പോൾ നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി വരുമ്പോൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി അഥവാ u വരുമ്പോൾ u = 0 ആണ് ഇവിടെ വരുന്നത്. u = 0
ഫൈനൽ വെലോസിറ്റിയാണ് 30 മീറ്റർ പെർ സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡായി. അപ്പം നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും വരുന്നത്, വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരുന്നത്? 6 അല്ലേ വരുന്നത്. 30/5 6 അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മാത്സിൻ്റെ ഇതുപോലുള്ള ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്താണല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കാനുള്ള കണക്കുകളൊക്കെ കൂടുതലും വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടൊന്ന് പോവുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാണെന്ന്. മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. മനുഷ്യൻ്റെ ശ്രവണപരിധി നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. 20 ഹെർട്സ് മുതൽ ബി അല്ല, ഡി ആണ് ഇവിടെ വരുന്നത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണപരിധി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, മറക്കല്ലേ. അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആയാൽ ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? അപ്പോൾ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? എന്താണ്? R/2 ആണ്. വക്രത ആരം ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക, വക്രത ആരം ഡിവൈഡഡ് ബൈ 2 ആണ്. വക്രത ആരം ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 30/2 ആണ്. 30/2 എത്രയാണ്? 15 അല്ലേ വരുന്നത്, 15. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഗോളീയ ദർപ്പണം പോർത്ത് വെച്ചണം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാരം തന്ന ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുമ്പോൾ ഫോക്കസ് ദൂരം ഈക്വൽ ടു F = R/2, വക്രത ആരം ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അടുത്ത് നോക്കാം, എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദൂരത്തിൻ്റെ യൂണിറ്റാണ് ഈ പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ഈ വർഷം കിടക്കുന്നതുകൊണ്ടാണ് സമയത്തിലോട്ട് പോകല്, പല കൂട്ടുകാരും പോയിട്ടുണ്ട്, തെറ്റിപ്പോകല്. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്, മറക്കല്ലേ. അടുത്ത് നോക്കാം, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാ? ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്, ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ്, സിമ്പിളാണ്. അടുത്ത് നോക്കാം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം വളരെ എളുപ്പമാണ്, സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. സൂര്യനാണ് ഏറ്റവും വലിയ നക്ഷത്രവും. അപ്പോൾ അതുകൊണ്ട് കൊടുത്തിട്ട് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. അടുത്തത്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. നമ്മൾ പഠിച്ചതല്ലേ വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അടുത്ത് നമുക്ക് നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലനചലനം അല്ലാത്തത് ഏതെന്നാണ്? ദോലനചലനം അല്ലാത്തത് ഏതെന്നാണ്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനചലനമാണ്. ഇവിടെ അല്ലാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനചലനമാണ്. അതുപോലെ തന്നെ ഊഞ്ഞാലിൻ്റെ ചലനം നമ്മൾ പറഞ്ഞതാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, അതുപോലെ തന്നെ ഊഞ്ഞാലിൻ്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം, അതുപോലെ തന്നെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലന ചലനമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലന ചലനം അല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുള്ള മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യനും പറഞ്ഞു പോയി. ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള, അതായത് LDC ലെവലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. LDC ലെവലാണ്, അത് 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മിക്കവാറുള്ള എല്ലാ പ്രീവിയസും മോഡലും എല്ലാം വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ക്ലാസ് മുഴുവനായിട്ട് കണ്ടുനിന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ 3 മാർക്കാണ് ഫിസിക്സിന് വേണ്ടത്. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് ഇത്ര ബേസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ബയോളജി ഉണ്ട്. അതുപോലെ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് ആദ്യം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? കെമിസ്ട്രി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, കേരള ഭരണഘടന, ഇതിൻ്റെ എല്ലാം റിവിഷൻ എടുക്കുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതാണ് കമ്പ്യൂട്ടറിൻ്റെ എടുക്കുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷിൻ്റെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ ചെയ്യണം. ലൈക്ക് ചെയ്തൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ.
മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ മാക്സിമം അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. ടെലഗ്രാം ചാനലിലെ ലിങ്കിലൂടെ നിങ്ങളൊന്ന് മാക്സിമം ജോയിൻ ചെയ്യുക. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇടാൻ ടെലഗ്രാം ചാനലിലെ ലിങ്ക് മാക്സിമം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കാനോടെ മനസ്സ് കാണിക്കുക. അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്.